ചട്ടവിരുദ്ധമായി ബാറുകളുടെ ലൈസൻസ് പുതുക്കി നൽകിയെന്ന സംസ്ഥാന സർക്കാരിനെതിരെ ആരോപണവുമായി പ്രതിപക്ഷം. 200-ലധികം ബാറുകൾക്ക് ലൈസൻസ് നീട്ടി നൽകി സംഘടിത അഴിമതി നടത്തിയെന്നാണ് ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ ആരോപണം. കോൺഗ്രസിന്റെ സംസ്കാരം വെച്ചാണ് ആരോപണമെന്നാണ് KC വേണുഗോപാലിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടി. ബാറുകളുടെ പ്രവർത്തന സമയം നീട്ടി വിജ്ഞാപനമിറക്കിയ ഫെബ്രുവരി 13 തന്നെയാണ് ക്ലാസിഫിക്കേഷൻ പുതുക്കാത്ത ഹോട്ടലുകളുടെ ബാർ ലൈസൻസ് പുതുക്കാനുള്ള ഉത്തരവുമെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇതിനെതിരെയാണ് പ്രതിപക്ഷം അഴിമതി ആരോപണവുമായി രംഗത്തെത്തിയത്. 200ഓളം ബാറുകൾക്ക് ടൂറിസം വകുപ്പിന്റെ ക്ലാസിഫിക്കേഷൻ കാത്തു നിൽക്കാതെ വളരെ രഹസ്യമായിട്ട് ലൈസൻസ് പുതുക്കി കൊടുത്തിരിക്കുകയാണ്. ഇരട്ട അഴിമതിയാണ്. ഇത്രയും കോടി അഴിമതി നടത്തിയിട്ടും അഴിമതിക്കെതിരെ പ്രസംഗിക്കുന്ന പിണറായി വിജയന്റെ തൊലിക്കെട്ടി അപാരം തന്നെയാണ്. UDFന്റെ സംസ്കാരം വച്ചാണ് LDFനെ കാണുന്നതെന്നും അതുകൊണ്ടാണ് KC വേണുഗോപാലിന്റെ പ്രതികരണമെന്നും മുഖ്യമന്ത്രിയുടെ മറുപടി. അത് KC വേണുഗോപാലിന്റെ പാർട്ടിയുടെ സംസ്കാരം വെച്ചാണ് പറയുന്നത്. ഹരിയാനയിൽ സ്വന്തം പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നതിന് തന്നെ പണം വാങ്ങുന്നു എന്നുള്ള ആക്ഷേപമാണല്ലോ പഴയ അവിടുത്തെ ഒരു മഹിളാ കോൺഗ്രസിന്റെ നേതാവിന്റെ ഭർത്താവ് പരസ്യമായി ഉന്നയിച്ചിരിക്കുന്നു. മദ്യനയത്തിന് വിരുദ്ധമായാണ് ക്ലാസിഫിക്കേഷൻ ഇല്ലാത്ത ഹോട്ടലുകൾക്ക് അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ബാർ ലൈസൻസ് സർക്കാർ പുതുക്കി കൊടുത്തതെന്നാണ് ആക്ഷേപം. കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിൽ നിന്ന് ക്ലാസിഫിക്കേഷൻ പുതുക്കി ലഭിക്കാൻ കാലതാമസമുണ്ടായെന്ന ന്യായീകരണമാണ് ഉത്തരവിൽ പറയുന്നത്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.